ഹലോ ഫ്രണ്ട്സ്, ഞാൻ റിനു രാമേന്ദ്രൻ. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഒരു ഫോർഡ് ഫിയസ്റ്റയാണ്. അപ്പം ഇത് എൻ്റെ വിഷയമെന്ന് വെച്ചാൽ, നമ്മൾ താക്കോൽ ഓണാക്കുമ്പോൾ ഇത് കണ്ട എൻജിൻ ലൈറ്റും കാര്യങ്ങളൊന്നും അണയുന്നില്ല. അതേകൂട്ട് ഡിസ്പ്ലേയിലേക്ക് കിലോമീറ്റർ ഡിസ്പ്ലേയിൽ ഇൻഫർമേഷൻ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ സെൽഫ് അനക്കമൊന്നുമില്ല. അതായത് ഒരു 3-4 കൊല്ലമായിട്ട് കയറ്റിയിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു വിഷയം വന്നത്. അങ്ങനെ അത് വേറൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ സ്കാൻ ടൂളൊക്കെ കണക്ട് ചെയ്ത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാൻ ആകുന്നതിന് തന്നെ ഇച്ചിരി താമസമുണ്ട്. എന്തായാലും ലോഡായി വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ സിസ്റ്റം സെലക്ഷൻ എടുക്കാം. അതിൽ നമുക്ക് വേണ്ട PCM എൻജിൻ കൺട്രോൾ. അപ്പം PCM നമ്മൾ DTC എന്തെങ്കിലും കാണും. ഓക്കെ, ഇത് PCM എടുക്കുന്നില്ല. ഇത് മോഡ് നോട്ട് റെസ്പോണ്ടിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു എടുക്കാം. നമുക്ക് ക്ലസ്റ്റർ നോക്കാം. ക്ലസ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നു നോക്കാം. ഓക്കെ, അത് ക്ലസ്റ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ലോഡായി വരട്ടെ. അപ്പം എന്താ DTC നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് മെയിനായിട്ടുള്ള മിസ്സിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പവർ ഡ്രൈവ്. അതായത് ഇതിൻ്റെ ECM ഓൺ ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് PCMൻ്റെ സപ്ലൈ എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ഡയഗ്രാം എടുത്ത് PCMൻ്റെ പവർ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് 60 ആംപിയറിൻ്റെ മെയിൻ ഫീസിൽ നിന്നാണ്. അതിൽ നിന്ന് വന്ന് ക്യാബിനകത്തുള്ള ഫീസ് ക്യാരിയറിനകത്ത് വരും. അതിൽ F16, അതിൽ നിന്ന് 3 ആംപിയർ ഫീസ്, അതിൽ നിന്ന് കണ്ടിന്യൂസ് ഒരു ലൈൻ എപ്പോഴും PCMലോട്ട് കാണും. പിന്നെ രണ്ടാമുള്ളത് ഇതിൻ്റെ മെയിൻ റിലേ ആണ്. അതാണ് ഇത്. ഈ മെയിൻ റിലേ ഓൺ ആകുമ്പോൾ ഒരു മൂന്ന് ലൈൻ PCMലോട്ട് ഓണാകും. ഇതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് ഇതിൻ്റെ ഇഗ്നിഷൻ ലൈൻ. ഇതാണ് അതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച്. അതിൽ നിന്നൊരു ലൈൻ PCMലോട്ട് വരും. ഈ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ ലൈൻ PCMലോട്ട് വരുമ്പോഴാണ് ഈ മെയിൻ റിലേ ഓൺ ആകുന്നത്. ആ മെയിൻ റിലേ ഓൺ ആകാൻ വേണ്ടി ഈ ലൈൻ ഇതിൽ ഈ PCMന് എർത്ത്, PCMൽ നിന്ന് ഒരു എർത്ത് മെയിൻ റിലേയിലോട്ട് പോകും. അപ്പോൾ മെയിൻ റിലേ ഓണാവുകയും അതിൽ 3 ലൈൻ ഓണാവുകയും ചെയ്യും. അങ്ങനെയാണ് PCM ഓണാകുന്നത്. പിന്നെ ഒരു 4 എർത്തുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ PCMൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇഗ്നിഷൻ ലൈൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലൈവ് കണ്ട് ഇച്ചിരി ഇൻസുലേഷൻ കളഞ്ഞ് ചെറുതായിട്ടൊരു ഇൻസുലേഷൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വോൾട്ടേജ്, ഞാൻ ഇഗ്നിഷൻ ഓണാക്കി ഇട്ടേക്കുവാണ്. ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഇഗ്നിഷൻ ഓണാക്കിയിട്ട്, പക്ഷേ ലൈൻ വരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഉണ്ടോ ഇതിൻ്റെ മെയിൻ റിലേ ഓൺ ആവാനുള്ള സപ്ലൈയും ഇല്ല. ഇഗ്നിഷൻ ഓണാക്കിയിട്ടേക്കാണ്. നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ മെയിൻ റിലേയുടെ മെയിൻ സപ്ലൈയും ഇല്ല. മെയിൻ സപ്ലൈയും വരുന്നില്ല. നമ്മളിപ്പോൾ ചീഫ്ഷായിട്ട് നോക്കിയപ്പോഴാണ് ഈ വെള്ള റിലേ ഇഗ്നിഷൻ റിലേ ആണ്. അതിലും സപ്ലൈ ഇല്ല. അതിൻ്റെ താഴത്തെ സ്റ്റാർട്ടർ റിലേ സപ്ലൈ ഇല്ല. ഈ PCM റിലേ സപ്ലൈ ഇല്ല. അതുകൂടാതെ 3 ആംപിയർ ഫ്യൂസ്, അതിനകത്തും സപ്ലൈ ഇല്ല. അതായത് ഈ ബാറ്ററി
ഫ്യൂസ് കാരിയറിൽ നിന്ന് നേരിട്ട് വരുന്ന ലൈനായിരുന്നു അത്. അതുമല്ല ഇതിനകത്തിൽ ഒരു ഫ്യൂസ് പോയിട്ടുണ്ട്, പക്ഷേ അത് സ്ക്രൂ കൊടുത്തേക്കും, അത് ആ ഭാഗം വിഷയമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് വിശദമായിട്ടെല്ലാം സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു സംഭവം കണ്ടു, അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ട, നമ്മുടെ എലി കയറി നല്ല രീതിയിൽ വയറുകളെല്ലാം അറുത്ത് മുറിച്ച് കളഞ്ഞു. ഏകദേശം പകുതി വയറോളം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ ഈ സംഭവം നേരത്തെ തന്നെ കണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ഇത് ചെക്ക് ചെയ്ത് വരുന്ന രീതി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അപ്പം നമ്മൾ കസ്റ്റമറുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പം വയറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വയറിംഗ് കിറ്റ് വേണം ചെയ്തെടുക്കാം. എന്നാലും വയറിംഗ് കിറ്റ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ വയറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വയറിംഗ് കിറ്റ് അഴിക്കാൻ തുടങ്ങി. എൻ്റെ സോക്കറ്റുകളൊക്കെ അഴിച്ച്, ഇത് റൈറ്റ് സൈഡ് ബാക്കിലോട്ടുള്ള ലൈനാണ്. ഇവിടെ ഒരു എർത്ത് ലൈനുണ്ട്, ബാക്ക് സെൻട്രൽ പില്ലറിൻ്റെ അടുത്ത് ഒരു സോക്കറ്റുണ്ട്, അതായത് ഡോറിലോട്ട് പോകുന്നതാണ് ഈ ലൈൻ, റൈറ്റ് സൈഡ് ബാക്ക് ഡോറിലോട്ട്. അപ്പോൾ അതെല്ലാം എടുത്ത്, പിന്നെ ഇനി ഈ ലൈൻ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ റൈറ്റ് സൈഡ് ഫ്രണ്ടിലോട്ടും ഈ വയറിംഗ് കിറ്റ് തന്നെയാണ് പോകുന്നത്. പിന്നെ ബ്രേക്കിലോട്ട് വരുന്ന, ക്ലച്ചിലോട്ട് വരുന്നതിൻ്റെ സോക്കറ്റുകൾ ഇതെല്ലാം റിമൂവ് ചെയ്യണം. അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ഫ്രണ്ട് അവിടെയുള്ള ഹെഡ്ലൈറ്റിലോട്ട് പോകുന്ന ലൈന്, നമ്മുടെ ഫ്ലൂയിഡിലോട്ട് പോകുന്ന സോക്കറ്റുകൾ, പിന്നെ വൈപ്പർ മോട്ടർ കഴിച്ചെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല, അതിനകത്തൂടാണ് ഈ ലൈനെല്ലാം വരുന്നത്. വൈപ്പർ മോട്ടറിൻ്റെ സോക്കറ്റ്, പിന്നെ അതുകൂടാതെ റൈറ്റ് സൈഡ് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ അതും വരുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫീസ് ക്യാരിയർ ഇളകണം. ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഫീസ് ക്യാരിയർ ഇളകണം. എന്നിട്ട് അവിടെ അവിടെ ഉള്ള സോക്കറ്റുകളൊക്കെ റിമൂവ് ചെയ്യണം. അതുകൂടാതെ തന്നെ ടോപ്പ് പില്ലറിലോട്ട് ഒരു സോക്കറ്റ് പോകുന്നുണ്ട്, അതും റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് വന്നിട്ട് ഈ എഞ്ചിനിലോട്ട് പോകുന്ന ഒരു സോക്കറ്റ്, മെയിൻ സോക്കറ്റ്, അത് റിമൂവ് ചെയ്യണം. പിന്നെ നമുക്ക് മെയിൻ ഫ്യൂസ് ബോക്സിൻ്റെ സോക്കറ്റ് റിമൂവ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന വയറിങ്ങെല്ലാം റിമൂവ് ചെയ്യണം. അതായത് ഹെഡ്ലൈറ്റ്, വൈപ്പർ മോട്ടറിൻ്റെ ടാങ്ക്, പിന്നെ ഹോണ്, AC-യുടെ കംപ്രസറിൻ്റെ കൂടെ വലിയ ഒറ്റ ലൈനാണ്. അപ്പം അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്ത്, പിന്നെ അതുകൂടാതെ എൻ്റെ സ്പീഡോമീറ്ററിൻ്റെ സോക്കറ്റുണ്ട്, ഗിയർ ബോക്സ് വരുന്നത്, ഇതുകൊണ്ട് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ അപ്പം ഡിക്കിയിൽ കണ്ട ലെഫ്റ്റ് സൈഡ് ടെയിൽ ലാമ്പ്, റൈറ്റ് സൈഡ് ടെയിൽ ലാമ്പ്, പിന്നെ ഡിക്കി ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്സ്, സ്പീക്കർ ലൈന്, പിന്നെ ഡിക്കി ലോക്കിൻ്റെ സോക്കറ്റ്, ഇതെല്ലാം റിമൂവ് ചെയ്യണം. ഇതെല്ലാം ഇത്രയും വലിയൊരു ഒറ്റ വയറിംഗ് കിറ്റാണ്. അതുകൂടാതെ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഡീസൽ ടാങ്കിലോട്ട് പോകുന്ന വയറിങ്, ഇതെല്ലാം റിമൂവ് ചെയ്ത് നമ്മളങ്ങനെ മൊത്തം റിമൂവ് എടുത്ത് വെളിയിലിട്ടിരിക്കുകയാണ്. ഇതാണ് ഇത്രയും വലിയൊരു ഒറ്റ വയറിംഗ് കിറ്റാണ് ഇതിന് വരുന്നത്. ഫ്രണ്ട് ടു ബാക്ക് വരും ഒറ്റ വയറിംഗ് കിറ്റ്. നമ്മളതെല്ലാം റിമൂവ് എടുത്ത് ഞാൻ നിങ്ങളെ കട്ടായ ഭാഗം എന്നുള്ളത് കാണിക്കാം. ഇതാണ് ഇതിൽ കട്ട് ചെയ്ത് വയറുകൾ. നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചെയ്തതാണ്. അപ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് നമുക്ക് നല്ല വയറിംഗ് കിറ്റുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയ വയറിംഗ് കിറ്റെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്ത് വണ്ടിയിൽ ഇതേ രീതിയിൽ വൃത്തിയായിട്ട് കയറ്റണം.
അപ്പം നമ്മൾ അഴിച്ചു കൂട്ട് തന്നെ എല്ലാം തിരിച്ചതേ രീതിയിൽ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോക്കറ്റിലൊക്കെ കൊടുത്തു. ഫ്രണ്ട് റൈറ്റ് സൈഡ് വയറിംഗ് എല്ലാം കൊടുത്തു. ലെഫ്റ്റ് സൈഡ് ഫ്യൂസ്, അത് എഞ്ചിൻ റൂമിലോട്ട് പോകുന്ന വയറിങ്, ബാക്ക് സൈഡിലോട്ട് വരുന്ന സോക്കറ്റുകൾ എല്ലാം നമ്മൾ കറക്റ്റ് തന്നെ കൊടുത്ത്, പിന്നെ ബാക്കിലോട്ട് പോകുന്ന സോക്കറ്റ്, ഇതേപോട്ട് ഡിക്കി ടെയിൽ ലാമ്പുകൾ, പിന്നെ ഡിക്കി ലോക്ക്, അതിൻ്റെ വയറിങ് എല്ലാം, സ്പീക്കേഴ്സ്, അതിൻ്റെ വയറിങ് എല്ലാം കൃത്യമായിട്ട് കൊടുത്ത്, പിന്നെ എഞ്ചിൻ റൂമിലോട്ടുള്ള വയറിങ്ങും കൊടുത്തു. എഞ്ചിൻ റൂമിലോട്ടുള്ള ക്ലിയർ ആക്കിയില്ല, എന്നാലും ഏകദേശം എല്ലാം കൊടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഡീസൽ ടാങ്ക് അഴിച്ച് ഡീസലെല്ലാം ചേഞ്ച് ചെയ്ത് എയറൊക്കെ എടുത്ത്. കാരണം ഇത്രയും 4 കൊല്ലത്തോളം വണ്ടി സ്റ്റാർട്ടാകാമെന്നാണ്. എയറൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് ബാറ്ററി കൊടുക്കാം. അപ്പം ബാറ്ററിയൊക്കെ കൊടുത്തു, എല്ലാം റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് ഇഗ്നീഷനൊക്കെ ഓണാക്കി പോകാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഇഗ്നീഷൻ ഓണാക്കി പോകാം. ഓക്കെ, എൻജിൻ ലൈറ്റൊക്കെ വന്നാണെങ്കിൽ 2 കിലോമീറ്ററും കാര്യങ്ങളും ഡേറ്റാസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്കാൻ ചെയ്ത് എന്തെല്ലാം എററുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ, സിസ്റ്റം സെലക്ഷൻ, അതിൽ PCM, നേരത്തെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ഈ PCM എടുക്കുന്നില്ലായിരുന്നു. ഓക്കെ, PCM എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ DTC ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, DTC കാണിക്കുന്നത് എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചറും IAT സെൻസറും മാഫ് സെൻസറും ഒക്കെയാണ്. നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി റീസ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, നോ DTC. അപ്പം നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരമെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു.